ഭരണസമിതി അടച്ചുപൂട്ടലിൽ പ്രതിഷേധിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കിയ ഭരണസമിതി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമായിരുന്നു മാറഞ്ചേരി പരിസരത്തുള്ള ഡയാലിസിസ് സെന്റർ. തുടക്കത്തിൽ മാറഞ്ചേരി പഞ്ചായത്തിന് കീഴിലായിരുന്നു ഈ കേന്ദ്രം. രോഗികൾ കൂടിയതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ബഹുജനങ്ങളുടെ സഹായത്താലാണ് പുതിയ ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ജനകീയ കമ്മിറ്റി വിളിക്കുകയോ ഓരോ ആഴ്ചയിലും നടത്തേണ്ട പരിശോധന നടത്തുകയോ ചെയ്തില്ല. പാവപ്പെട്ട 11 രോഗികളെ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അറ്റകുറ്റപ്പണി തീരുമോ എന്നതിൽ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ആശങ്കയുണ്ട്. സമരം CPM പൊന്നാനി ഏരിയ സെക്രട്ടറി CPM മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. VV സുരേഷ് അധ്യക്ഷത വഹിച്ചു. PC മൊയ്തീൻ സ്വാഗതവും KP രാജൻ നന്ദിയും പറഞ്ഞു. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേവലം ഒരു 10-15 അല്ലെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രതിഭാസമല്ല. മരണം വരെ അനിവാര്യമായ ഒന്നാണ് ഡയാലിസിസ്. മറ്റൊരു രോഗിയെ പലപ്പോഴും നമ്മുടെ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ഒരു ഒഴിവന്വേഷിച്ചിട്ട് പാവപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ വളരെ പ്രയാസപ്പെടാറുണ്ട്. അതൊന്ന് ഒരു കട്ടിൽ ഒഴിയണമെങ്കിൽ ഒന്നുകിൽ കിഡ്നി മാറ്റിവെക്കണം, അതല്ലെങ്കിൽ മരണം. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രമല്ല അതിൻ്റെ ഭാഗമായി മാറുന്നത്. ആ കുടുംബത്തിൽ അധ്വാനിക്കാൻ കഴിയാവുന്ന ആളുകൾ, മക്കളോ അതല്ലെങ്കിൽ ഭാര്യയോ കൂടെ ആ ഡയാലിസിസ് നടക്കുന്ന മണിക്കൂറുകളോളം അവരെ കൂടെ ഇരിക്കാനും അവരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള പരിചരണവും ആവശ്യമുള്ള ഒരു പ്രവർത്തനം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഡയാലിസിസിന് വിധേയരാകപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു മാനസിക പ്രയാസവും കൂടാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുത്തൻ പ്രതീക്ഷകൾ നൽകാൻ ചുമതലപ്പെട്ട ആളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാർ. ആ ചുമതല കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ 3-4 മാസത്തിനകം തന്നെ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഇതൊരു ഭാരമായി തോന്നി തുടങ്ങിയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ? ഒരു ഡയാലിസിസ് കേന്ദ്രം, ഒരു ആതുര കേന്ദ്രത്തെ എങ്ങനെ സംരക്ഷിക്കണം, കണ്ണിൽ എണ്ണയൊഴിച്ച് അതിനെങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ പോയ ആളുകളായി മാറിയല്ലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഷാജേട്ടാ, നിക്കാന്റെ സന്തോഷത്തിലും മൂക്കൊരു ചെറിയ കമ്മൽ. Celebrating 50 years. Majestic Jewelers.